ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ അപ്ഡേറ്റാണ് ബിറ്റ് ബാമ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മൈൻ ചെയ്തു. ഒരു 2 പ്രാവശ്യമൊക്കെ അതിൽ വിഡ്രോ കിട്ടി. ഇപ്പോൾ വന്നിട്ട് അതിൽ വിഡ്രോ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ട്വിറ്ററിൽ വന്നിരിക്കുന്നതാണ് ബിഗ് ന്യൂസ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട്, മേജർ അനൗൺസ്മെൻറ്റ് കമ്മിങ് സൂൺ. ഇപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് വിഡ്രോ കിട്ടത്തില്ല. ഇപ്പോൾ വന്നിട്ട് ഉടനെ തന്നെ ഫേസ് ടു വിഡ്രോ ഇപ്പോൾ നടക്കുന്നില്ല. ഉടനെ തന്നെ ഫേസ് 2 വിഡ്രോ ആരംഭിക്കുന്നതനുസരിച്ച് ഞാൻ ഫസ്റ്റ് ടെലഗ്രാമിലിടും. ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ ബിറ്റ് ബാമയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോയിൻ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഫ്ലിപ്സ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തത് ഓർ വാലറ്റിൻ്റെ KYCക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ വന്നിട്ട് ഒരു 30 ദിവസത്തേക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള റിവാർഡ് കിട്ടുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം അല്പം ടൈം എടുക്കും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഈ ഭാഗത്ത് റിവാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ കാണുന്ന ഈ റിവാർഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് 0.1 USDT, 2 USDT, 0.5 വരെ, ചിലർക്ക് 0.5, 1 USDT അങ്ങനെ കിട്ടുന്നുണ്ട്. ഒരു 30 ദിവസം നമുക്കിവിടെ നമുക്കിവിടെ ഒരു ഗീവ് പോലെ ഇവർ തരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഓർ വാലറ്റിൽ ടെസ്റ്റ് നെറ്റ് പങ്കെടുക്കാത്തവരാണെങ്കിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് ഓർ വാലറ്റിൻ്റെ തന്നെ ടെസ്റ്റ് നെറ്റിൻ്റെയാണ്. അപ്പോൾ ഓർ വാലറ്റിൽ വന്നിട്ട് 2-3 അനൗൺസ്മെൻ്റ് ഉണ്ട്. ഒന്ന്, ഓർ വാലറ്റിൽ ഇപ്പോൾ OKXൽ ടെസ്റ്റ് നെറ്റ് നടക്കുന്നുണ്ട്. ഓർ വാലറ്റിലും അതിൻ്റെ ടെസ്റ്റ് നെറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് നമുക്ക് ആദ്യം OKXൽ നോക്കാം. OKXൽ നമ്മുടെ ടെസ്റ്റ് നെറ്റ് നടക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ ഈ OKXൽ വന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ടോക്കൺസ് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് ഇവിടെ കൊണ്ടുപോകാൻ കഴിയും, ഓർ വാലറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഈ കാണുന്ന ഈ മാനേജ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ വന്നിട്ട് ഒന്നിൽ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഓർ വാലറ്റ് കാണും. അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യുക. ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓർ വാലറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഓവർ വാലറ്റ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഞാൻ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണുന്ന പോലെ ആഡാകിയതിന് ശേഷം നിങ്ങൾ എത്രയാണോ ടോക്കൺ ക്ലെയിം ചെയ്തത്, എല്ലാവർക്കും ഒരു 400 ടോക്കൺ കാണണം. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ ഞാൻ ആൾറെഡി 62 ടോക്കണേ ഉള്ളൂ. ബാക്കി ഞാൻ ഓർ വാലറ്റിലേക്ക് സെൻഡ് ചെയ്തു. ഓക്കെ, 300 ടോക്കൺ ഒരു പ്രാവശ്യം 38. ഈ കാണുന്ന സെൻഡിൻ്റെ ഓപ്ഷനുണ്ട്, റിസീവിൻ്റെ ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ അവിടെ സെൻഡ് ചെയ്തിട്ട് ഓർ വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നിങ്ങളുടെ അഡ്രസ്സ് ഇത് കോപ്പി ചെയ്തെടുക്കുക. ഈ അഡ്രസ്സ് കോപ്പിയായി വന്നതിന് ശേഷം OKXൽ പോയിട്ട് സെൻഡ് എന്ന് പറയുന്ന അവിടെ കൊടുത്ത് സെൻഡ് ചെയ്ത് ഉടനെ തന്നെ ഒരു 2 മിനിറ്റിനകത്ത് തന്നെ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ അവിടെ നിന്ന് സെൻഡ് ചെയ്തത് ഇവിടെ വന്നു. അതിനുശേഷം ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് മാക്സിമം നിങ്ങൾ സ്റ്റാക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തവർക്ക് ഒരു 1500, 1600 ടോക്കണൊക്കെ കാണും. അപ്പോൾ എനിക്ക് കുറച്ച് ടോക്കണൊക്കെ ഞാൻ ആർക്കൊക്കെ സെൻഡ് ചെയ്ത് റിട്ടേൺ കിട്ടാത്തതുകൊണ്ടാണ് അല്പം കുറവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഓവർ വാലറ്റിൽ ഈ കാണുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത് അടുത്ത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ PHI നെറ്റ്വർക്കിൽ നമ്മൾ മൈനിങ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ മുമ്പ് സ്റ്റാർട്ട് ചെയ്തവർക്ക് നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഷോപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. അത് വലിയ പരസ്യമൊന്നും കാണേണ്ട ആവശ്യമില്ലാതെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡയമണ്ട് ഇവിടെ ആഡാകും. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 ഡയമണ്ട് ഡെയിലി ആഡാകും. 11 ഡയമണ്ട് ഇവിടെ ആഡാകും. പിന്നെ പരസ്യം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരസ്യത്തിന് 3 ഡയമണ്ട് വെച്ച് ഇവിടെ ആഡാകും. മിനിമം ഒരു 500 ഡയമണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ KYC മറ്റു കാര്യങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് അപ്രോക്ക് മൈനിങ്. വളരെ താമസിച്ചാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിൽ വന്നിട്ട് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് 30-ാം തീയതി
അവരുടെ ലോഞ്ചാകുകയാണ്. അപ്പോൾ നമ്മുടെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നതനുസരിച്ച് അപ്പോൾ ഇതിൽ കുറച്ച് അനൗൺസ്മെൻറ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവരുടെ ട്വിറ്ററിൽ നോക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ അനൗൺസ്മെൻറ്റുകൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. 30-ാം തീയതിയോടുകൂടി ഇവരുടെ മൈനിങ് എല്ലാം അവസാനിച്ച് ഇവരുടെ LFG സ്വാപ്പിൽ ലിസ്റ്റാകുകയാണ്. അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ലിസ്റ്റാകുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് അറിയിക്കുന്നതായിരിക്കും. ഇതിൽ 1 ബില്യനാണ് സപ്ലൈ. അതിങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നോക്കാം. പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റാണ് ടെലഗ്രാം മൈനിങ് ആയിരിക്കുന്ന ഓൺ ചെയിനിൽ വന്നിട്ടും ഇത് ഞാൻ കുറേ ഡിലേ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഇത് അല്പം ടൈം എടുക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് അല്പം ടൈം എടുക്കും. ഇതിലിപ്പോൾ ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ OKX കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആൾറെഡി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. എങ്കിലും ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുക. ഇത് ഈ കാണുന്ന ബൂസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബാക്കി ഡെയിലി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ചെയിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈനിങ് നടക്കും. അതുപോലെ തന്നെ ഇവിടെ റെഫറലും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ബൂസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം അല്പം ടൈം എടുക്കുന്നുണ്ട്. ഡിലേ ആയിട്ടാണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് ടാസ്കുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ഇതൊക്കെ പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ OKX കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റും കണക്ട് ചെയ്യണം. ഓക്കെ, എൻ്റെ ഇതിൽ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, ഇതും കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന ഫസ്റ്റ് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. OKXൻ്റെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ OKXലേക്ക് പോകും. OKXൽ വന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക. ഇവിടെ വന്നിട്ട് കൺഫേം കൊടുക്കുക. അടുത്ത് വന്നിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് വെരിഫൈ ടു ഫിനിഷ് ദ ക്വസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ താഴെ കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും സക്സസ്, യുവർ വാലറ്റ് ഈസ് വെരിഫൈഡ് സക്സസ് എന്ന് കാണിക്കും. പിന്നെ റിട്ടേൺ പോവുക. റിട്ടേൺ പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ അപ്പോൾ ഒരു 10,000 ടോക്കൺ കൂടെ അവിടെ ആഡാകും. അടുത്ത് ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഇവിടെ ഇത് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇവിടെ എൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ട്രസ്റ്റ് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഓപ്പൺ ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് കാണും. നിങ്ങളുടെ ബൈ ചാൻസ് OKXൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അവിടെ എത്തീലിയമാണോ മെയിൻ നെറ്റ് എന്ന് നോക്കണം. ചിലതിൽ അപ്റ്റോസ് എന്ന് കാണും. ഞാനിതിൽ ട്രസ്റ്റ് വാലറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ ഏറ്റവും മേളിൽ കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നെറ്റ്വർക്ക് അപ്റ്റോസ് എന്ന് കാണും. അത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫുള്ള് നെറ്റ്വർക്ക് ഓപ്പണായി വരും. ഓപ്പണായി വരുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഈ കാണുന്ന എത്തീരിയം നെറ്റ്വർക്ക്, ഈ നെറ്റ്വർക്ക് ആയിരിക്കണം. എങ്കിലേ നിങ്ങളെ ട്രസ്റ്റ് വാലറ്റ് കണക്റ്റ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ കണക്റ്റ് ആകത്തില്ല. അതിനുശേഷം കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എത്തീരിയം വാലറ്റ് എൻ്റെ അഡ്രസ്സ് എല്ലാം അവിടെ കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന കണക്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വെരിഫൈ ടു ഫിനിഷ് ക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ സക്സസ് ആയിട്ട് ഒരു 20,000 ടോക്കൺ അഡീഷണൽ നിങ്ങളുടെ ആഡാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനലി സക്സസ് ആകും. ഓക്കെ, പിന്നെ വന്നിട്ട് പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന CPEN നെറ്റ്വർക്ക്. CPEN നെറ്റ്വർക്കിൽ എന്നിട്ട് അവരുടെ KYC സ്ലോട്ട് ഒരു 13 ദിവസത്തിനകത്ത് തന്നെ ഓപ്പൺ ആകും. ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിന്യൂ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ എനിക്കിവിടെ സ്ട്രൈക്ക് റേറ്റ് 2 എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഈ സ്ട്രൈക്ക് റേറ്റ് 15 ആകുമ്പോൾ ഇവരുടെ KYC സ്റ്റാർട്ടാകും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിലെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ KYCയുടെ ഇത് കാണുന്നുണ്ട്. KYCയുടെ ഇവിടെ പറയുന്നത് ഇവിടെ വന്നിട്ട് 15 ദിവസത്തെ മൈനിങ് സ്ട്രൈക്ക് ഉണ്ടെങ്കിലേ KYC വരത്തുള്ളൂ. KYC സ്ലോട്ട് ഉടനെ ഓപ്പൺ ആകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മൈൻ ചെയ്യുന്നവർ കണ്ടിന്യൂ മൈൻ ചെയ്യുക. പുതുതായിട്ട് തുടങ്ങണമെന്നുള്ളവർക്ക് ഞാൻ ടെലഗ്രാമിലോ വാട്സപ്പിലൊക്കെ അതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നോക്കി ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ലിസ്റ്റാകാൻ സാധ്യതയുള്ള ടോക്കൺസുകളാണ്. അപ്പോൾ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന